പല പ്രയാസം, ഈ കണ്ണ് രോഗം കൊണ്ട് പ്രയാസം, കണ്ണിന് ചൊറിച്ചിലുണ്ടാവുക, ചെങ്കണ്ണ് ബാധിക്കുക, അല്ലെങ്കിൽ കണ്ണിന് ഒരു മങ്ങൽ പോലെ, കാഴ്ച കുറയുന്നത് പോലെയൊക്കെ തോന്നുന്ന ഒരു സന്ദർഭമുണ്ട്. അതുപോലെ ചെവിക്കും കേൾവി കുറയുന്നത് പോലെ, അതുപോലെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെവിക്കും കണ്ണിനുമൊക്കെ നമുക്ക് കുളിർമയുണ്ടാവാൻ, ഒരു ഉണർച്ച ഉണ്ടാവാൻ, ഒരു റാഹത്ത് ഉണ്ടാവാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 ഇസ്മുകളുണ്ട്, അള്ളാഹുവിൻ്റെ 3 പേരുകൾ. ഒന്നാമത്തേത് യാ നൂറു യാ അല്ലാഹ്. അതൊരു 11 പ്രാവശ്യം. യാ നൂറു യാ അല്ലാഹ്, 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 അങ്ങനെ 11 പ്രാവശ്യം യാ നൂറു യാ അല്ലാഹ് എന്ന് പറയുക. എന്നിട്ട് നമ്മുടെ 2 തള്ളവിരലിൻ്റെ ഈ നഖത്തിലേക്ക് ഊതുക, ഇഷ്ഫി. എന്നിട്ട് നമ്മുടെ കണ്ണിങ്ങനെ തടവുക, യാ നൂറു യാ അല്ലാഹ്. അത് കഴിഞ്ഞ് യാ ബസ്വീറു യാ അല്ലാഹ്, യാ ബസ്വീറു യാ അല്ലാഹ്, യാ ബസ്വീറു യാ അല്ലാഹ്, യാ ബസ്വീറു യാ അല്ലാഹ്.